ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂണിക് സ്റ്റിച്ചിങ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ്. പക്ഷേ ഇതിലൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മോഡൽ. ഇതുപോലെ ആയിത്തീരുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ 4 ഫോൾഡിൽ ഇങ്ങനെ പിങ്ക് കളറായിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കാണ് ഞാൻ എടുത്തത്. ഇതിന് ശേഷം നമ്മൾക്കിതിൽ നെക്കും ഷോൾഡറിൻ്റെ പോർഷനും മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കണ്ടോ, നെക്കിന് നമ്മൾ മാർക്ക് ചെയ്തു. ഇതിനിടയിൽ ഒരു 3 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട ശേഷം അതിൻ്റെ ഷോൾഡറും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കെയർഫുള്ളായിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഫ്രണ്ടിലും ബാക്കിലും തമ്മിൽ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്കിനും അതുപോലെ തന്നെ ഷോൾഡറിനും ഇടയിലായിട്ട് കണ്ടില്ലേ ഒരു 3 ഇഞ്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കുറച്ച് ഞൊറിവ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസിൽ. കാരണം നമ്മൾ പിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, അതിൽ കുറച്ച് ഞൊറിവുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ആ 3 ഇഞ്ചിൽ കുറച്ച് ചെറിയ ഞൊറിവുകൾ കണ്ടോ. ഞാൻ ആകെ 3 ഞൊറിവേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഫ്രിൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു 3.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ ഒരു 30 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ് എടുക്കേണ്ടത്. ഫ്രണ്ടിലേക്ക് മാത്രമാണ് ഈ പീസ് വരുന്നത്. ഇതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഞാൻ ഫ്രണ്ടിലേക്ക് മാത്രമുള്ള പീസേ കട്ട് ചെയ്തെടുത്തോളൂ, ബാക്കിലേക്കുള്ളത് കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞൊറിഞ്ഞ് അടിച്ചു വെച്ച ഫ്രണ്ട് പീസിലേക്ക് ഈ ഫ്രിൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ആക്ച്വലി നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു ബാക്ക് പീസിലും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ മറന്നുപോയി ആ ബാക്ക് പീസിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ബാക്ക് പീസിൽ ജസ്റ്റ് കുറച്ച് തുണി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ട് മടക്കി അടിച്ചു. പക്ഷേ ഫ്രണ്ട് പീസ് ഉണ്ടല്ലേ, ഫ്രണ്ട് പീസ് നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് ഫ്രില്ല് അറ്റാച്ച് ചെയ്തതെന്ന് വെച്ചാൽ, ഫ്രില്ലിൻ്റെ നല്ല ഭാഗം ആ തുണിയുടെ മോശം ഭാഗമായിട്ട് ചേർത്ത് വെച്ച് അടിച്ചതിന് ശേഷം അത് തിരിച്ച് തുണിയുടെ നല്ല ഭാഗത്തേക്കാക്കി അതിന് മുകളിലൂടെ നമ്മളിങ്ങനെ പതിയെ സ്റ്റിച്ച് ചെയ്തു. കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒരുപാട് വേഗത്തിൽ അടിച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ട് ആ വൃത്തി അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിൽസ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇവിടെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ളൊരു, നമ്മൾ ആ പിക്കിൽ കണ്ടില്ലേ, ശ്രദ്ധിച്ചിരുന്നില്ലേ നിങ്ങൾ? തിന്നായിട്ടുള്ളൊരിതാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും ഇതാക്കുന്നത്. അതുപോലെ തന്നെ കണ്ടോ, ഇതിൻ്റെ ഉൾവശം നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഒരു പുറത്തേക്കൊന്നും നമുക്കിനി ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇനി സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്ലീവ് നമ്മൾ പൈപ്പിങ്ങിന് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വള്ളിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കും. അതുപോലെ തന്നെ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ സൈഡ് കൂട്ടി അടിക്കുകയും ചെയ്യാണ്. അപ്പോൾ സ്ലീവ്, പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞ ഒരു കോട്ടൻ്റെ ഫാബ്രിക്കാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. സാധാ അവിടെ ജോയിൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയും തിന്നായിട്ടുള്ള സ്ലീവ്സാണ് വരുന്നത്. ഇനി ഈ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, താഴ്ഭാഗം കണ്ടോ, നമ്മൾ സിമ്പിളായിട്ട് അത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 ഭാഗവും ജോയിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇത്ര സിമ്പിളായിട്ട് നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത്. പിന്നെ ബാക്ക് പീസ് കാണിക്കാൻ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ബാക്ക് പീസ് നമ്മൾ ക്രോസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചാനൽ ഇതുവരെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ ഇത് നമ്മൾ സ്ലീവ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പിക്കാണ്ടോ, വീഡിയോ ക്ലിപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമാണ് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാനിതൊരു സ്കൈ ബ്ലൂ ജീനിനാണ് ഇട്ടിരിക്കുന്നത്. ഇനി സ്ലീവ്ലെസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ വല്ല അല്ലെങ്കിൽ ജാക്കറ്റോ, ജീനിൻ്റെ ജാക്കറ്റോ അല്ലെങ്കിൽ കോട്ടൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സൊന്നും? ഇത് സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഇതൊന്നുമല്ല. പിക്കിൽ പോയാലേ ഏകദേശമൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്.